الحمد لله رب العالمين نحمده ونسلم على محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ സ്വന്തത്തെ മറക്കാതെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉന്നതമായ സ്വർഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്കുത്തരം നൽകുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ആ സ്വർഗത്തിന്റെ ബാന്താവിൽ നമുക്ക് അണിചേരുവാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ അവരുടെ സമയവും സന്ദർഭങ്ങളും ജീവിത സാഹചര്യങ്ങളും കൊണ്ടു നടക്കുമ്പോൾ തന്നെ ഈ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രഭ നമ്മുടെ നാടുകളിൽ പ്രചരിച്ചു കാണുന്നതിന് വേണ്ടി അവർ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള അവരുടെ പരിശ്രമത്തിന്റെ ഭാഗമായി കൊണ്ടാണ്. ആ സ്വർഗീയ ഭവനം കരസ്ഥമാക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്വർഗത്തിൽ ഞാനും പ്രവേശിക്കുകയില്ല ഇല്ലാ അൻ യതഅമ്മദനി അല്ലാഹു ബിറഹ്മ, അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ വലയം ചെയ്തിട്ടുണ്ടെങ്കിലല്ലാതെ. ഒരാളും അവരുടേതായ കർമ്മങ്ങൾ കൊണ്ട് മാത്രം എത്തിപ്പിടിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല ആ സ്വർഗലോകം എന്നുള്ളത്. നമ്മുടെ കർമ്മങ്ങളോടൊപ്പം നമുക്ക് കിട്ടാവുന്ന ധാരാളം വഖദ്ദമു വആസാറഹും, നിങ്ങൾ പ്രവർത്തിച്ചതും നമ്മുടെ ശേഷമുള്ള ആസാറുകളും അടയാളങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലവും ചേർത്തു വെക്കുന്നതിലൂടെയൊക്കെ ആ സ്വർഗം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം ഈ സന്ദർഭത്തിൽ
അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച രൂപത്തിൽ ഒരു ഇബാദത്ത് ജുമുഅ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനു മുമ്പ് ഈ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ ഒരു പള്ളി വേണമെന്ന് അഭിപ്രായപ്പെട്ട, അതിനുവേണ്ടി ഓടി നടന്ന, ഈ പള്ളിക്ക് വേണ്ടി സമ്പത്ത് നൽകിയ, ഇതിനു വേണ്ടി അധ്വാനിച്ചത് നിലനിൽക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ധാരാളം ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടാകും. അവർക്കൊക്കെ ഈ സന്ദർഭത്തിൽ അവരുടെ ഖബറുകളിലേക്ക് ഇവിടെ നടക്കുന്ന ഓരോ നമസ്കാരത്തിന്റെയും സുജൂദിന്റെയും എണ്ണത്തിനനുസരിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന സതുപദേശങ്ങളുടെ പ്രതിഫലം അവർക്ക് ഒന്നും തന്നെ കുറയാതെ നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈഅ, നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് ഒന്നും തന്നെ കുറയാതെ അവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ ആസാറുകൾ. നാം ഈ സന്ദർഭത്തിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് എങ്കിൽ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുള്ള ഇമാമുമാർക്കും അത് പ്രിന്റ് ചെയ്തു തന്നിട്ടുള്ള ആളുകൾക്കും അതൊരു പുസ്തകമാക്കണം, അതൊന്ന് പരിഭാഷപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവർക്ക് അവർക്കൊക്കെ അവർ ഈ മാർഗത്തിൽ അധ്വാനിച്ചതിന്റെ പ്രതിഫലം നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്കും വേണം ആസാറുകൾ. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ആ പ്രബോധനത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോ, നിനക്ക് ഈ ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഖൈറും മിൻ ഹുമുരി നഅമിൻ, നിനക്ക് ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് നിന്നിലൂടെ ഒരാൾ ഈ സൽക്കർമ്മത്തിലേക്ക്, ഈ സന്മാർഗത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനത്തിലൂടെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ സ്വഭാവത്തിലൂടെ, ആ വ്യക്തിത്വത്തിന്റെ വൈശിഷ്ട്യത്തിലൂടെ എത്ര സഹാബത്താണ് ഇസ്ലാമിന്റെ ഇതിവൃത്തത്തിലേക്ക് കടന്നു വരുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധാരാളം ഇസ്ലാമിന് വേണ്ടി സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള, ഏറ്റവും മാതൃകാപരമായി ജീവിച്ചിട്ടുള്ള, ഇസ്ലാമിന്റെ ഖലീഫയായിട്ട് വളർന്നിട്ടുള്ള ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണമായി തീരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതേപോലെ തന്നെ നാട്ടിലെ ഒരു പ്രമുഖനായിരുന്ന വ്യക്തിത്വമാണ്. കച്ചവട രംഗത്ത് എനിക്ക് നിങ്ങളുടെ ഓശാനം ആവശ്യമില്ല, നിങ്ങൾ എനിക്ക് ഒരു അങ്ങാടി കാണിച്ചു തന്നാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനൊരു കല്ലെടുത്ത് പൊന്തിച്ചാൽ അതിന്റെ അടിയിൽ എനിക്ക് സ്വർണവും വെള്ളിയും നിക്ഷേപിച്ചിട്ടുണ്ടാകും എന്ന് മാത്രം പറയുവാൻ അത്രയും കെൽപ്പുണ്ടായിരുന്ന, ഒരിക്കൽ അങ്ങാടിയിലേക്ക് മദീനയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ വഹിക്കുന്ന കച്ചവട സംഘവുമായിട്ട് ഒരു സംഘം കടന്നു വരുമ്പോൾ ഇത് ആരുടേതാണ് എന്ന് ഉമ്മ ചോദിക്കുന്നുണ്ട്, ആയിഷ ബീബി ചോദിക്കുന്നുണ്ട്. അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റേതാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇതിനെല്ലാം റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമല്ലോ എന്ന് ചോദിച്ചപ്പോ, എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്തുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള കോടീശ്വരനായ വ്യക്തിത്വമായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്നും തന്നെ കുറയാതെ അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആരിലൂടെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. അങ്ങനെ ഇസ്ലാമിലെ സുപ്രധാനമായ വ്യക്തിത്വങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് നാം ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ, ആ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോ അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള തുഫൈൽ ഇബ്നു അംർ ഉണ്ടാകും. ആ മനുഷ്യൻ, ആ വ്യക്തിത്വത്തിന് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകളും ദീനിന്റെ വിജ്ഞാനങ്ങളും സമൂഹം കാലങ്ങളായി അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിക്ക് ആ അബൂ ഹുറൈറയ്ക്ക് ലഭിക്കുന്നത് പോലെയുള്ള പ്രതിഫലം ലാ യൻഖുസ് മിൻ ഉജൂരിഹിം ഷൈഅ, ഒന്നും തന്നെ കുറയാതെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
നമ്മൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ആ 3 കല്ലുകൾക്ക് താഴെ കിടക്കുന്ന സന്ദർഭത്തിൽ നാം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം വീണ്ടും വീണ്ടും ഇടമുറിയാതെ നമ്മുടെ കബറുകളിലേക്ക് വരണമെന്നുണ്ട് എങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ, ചില ദൗത്യങ്ങൾ നിർവഹിക്കുവാനുണ്ട്. ഇക്കാന ആബാഉക്കും വഅബ്നാഉക്കും വഅശീറത്തുക്കും വഅംവാലി ഇഖ്തറത്തുമൂഹ വതിജാറത്തുൻ തഖ്ശൗന കസാദഹ വമസാകിന തർലൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി. നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും മാതാപിതാക്കളും മക്കളും അതേപോലെ തന്നെ നമ്മുടെ കച്ചവടവും നഷ്ടം പറ്റുമെന്ന് കരുതുന്ന നാം ഭയപ്പെടുന്ന കച്ചവടവും നമ്മുടെ വീടും ഇതേപോലെയുള്ള ഭൗതിക വിഭവങ്ങളൊക്കെയാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും വജിഹാദിൻ ഫീ സബീലി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഒക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾക്ക് കടന്നു വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന അള്ളാഹുവിന്റെ താക്കീതാണ് നാം ഓർക്കേണ്ടത്. ഈ കാര്യങ്ങളോടൊന്നും നമുക്ക് യാതൊരു താല്പര്യവുമില്ലാതെ സമൂഹത്തിലെ ചില പ്രത്യേകം ആളുകൾ ചെയ്തിട്ടുള്ള കുറ്റത്തിന്റെ പേരിൽ നിങ്ങളെ ഒന്നടങ്കം ശിക്ഷിക്കപ്പെടുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുന്നുണ്ട്. ആരെങ്കിലും ചെയ്യുന്ന തിന്മകൾ ചെയ്യുമ്പോ അത് അവനാരോ അവരോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആ ആളുകൾ ചില ആളുകൾ സമൂഹത്തിലെ ഒരുപക്ഷെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളായിരിക്കും തിന്മകൾ ചെയ്യുന്നത്. അവരുടെ കൈ നാം പിടിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, അവരോട് അരുത് എന്ന് പറയാൻ നമുക്ക് ചങ്കൂറ്റമില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിന് ഒന്നടങ്കമായിരിക്കും ശിക്ഷയുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപമയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. കപ്പൽ ഓട്ടയാക്കുന്ന സമയത്ത് മുകളിലേക്ക് വെള്ളമെടുക്കാൻ പോയി അവരെ വെറുതെ ശല്യപ്പെടുത്തേണ്ടതില്ല എന്ന ചില ആളുകളുടെ അഭിപ്രായ പ്രകാരം താഴെ ഏതായാലും വെള്ളമുണ്ടല്ലോ, ചെറിയൊരു ദ്വാരമുണ്ടാക്കി നമുക്ക് ഇവിടെ നിന്ന് വെള്ളമെടുക്കാമെന്ന് അഭിപ്രായം പറഞ്ഞവരുടെ ആ കൈപിടിക്കാതിരുന്നാൽ ഒന്നടങ്കമായിരിക്കും ആ കപ്പലിൽ മുങ്ങി നശിക്കുന്നത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന രംഗത്ത് നിലനിൽക്കുവാൻ സമൂഹത്തിലെ ആളുകൾ തിന്മ ചെയ്യുമ്പോ അതിനെ നമ്മൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതിലൂടെ ഉണ്ടാകുന്നത് ഈ സമൂഹത്തിന് ഒന്നടങ്കമുള്ള ശിക്ഷയായിരിക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഇത് നാം നിർവഹിക്കുന്നത്. ഇത് എനിക്ക് വേണ്ടിയാണ്, എന്റെ സ്വാർത്ഥമായ താല്പര്യമാണ്. ഞാൻ ഒറ്റയ്ക്ക് പോകാനുള്ള ആ ഖബറിലേക്ക്, ഞാൻ ഒറ്റയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ലോകരക്ഷിതാവിന്റെ മുമ്പിൽ ആ നഫ്സി പറഞ്ഞുകൊണ്ട് ആരുമില്ലാത്ത എല്ലാരും ഓടിയകലുന്ന ആ ദിവസം എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വാർത്ഥമായ പ്രവർത്തനമാണ്. ഞാൻ ഈ സൽക്കർമ്മം ചെയ്യുന്നതിന്, നന്മ കൽപ്പിക്കുന്നതിന്, തിന്മ വിരോധിക്കുന്നതിന് ഞാൻ മുതിരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. നമ്മോട് ആവശ്യപ്പെടുന്നത് ഫൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടാകണം. എന്താണ് ആ സമൂഹത്തിന്റെ പ്രത്യേകത? ഒരു വിഭാഗം ആളുകൾ, ഒരു ടീം ഉണ്ടായിരിക്കണം. അവരുടെ പ്രത്യേകത, അവർ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, തിന്മ വിരോധിക്കുകയും നന്മ കൽപ്പിക്കുകയും നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നവർ. അവരാകുന്നു വിജയികളായിട്ടുള്ള ആളുകൾ. എന്താണ് ഈ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ? നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് എന്റെ ചര്യയിലേക്കും വിശുദ്ധ ഖുർആനിലേക്കും ക്ഷണിക്കുന്ന ആളുകൾ നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് അതൊരു സമൂഹത്തിന്റെ, ഒരു കൂട്ടായ്മയുടെ, ഓരോ വ്യക്തിയുടെയും കടമയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാകും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ മിൻ ബൈനൻ നാസ്. നിങ്ങൾക്ക് പരസ്പരം നമ്മളൊക്കെ രാത്രികാലങ്ങളിൽ പല കാര്യങ്ങൾക്കും വേണ്ടി കൂടിയിരിക്കാറുണ്ട്, സ്വറ പറയാറുണ്ട്.
അങ്ങനെ അങ്ങാടികളിലും പീഡികക്കൊലായികളിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് പലജാതി സ്വറകളും അതല്ലെങ്കിൽ അനാവശ്യമായിട്ട് നാമൊക്കെ റീൽസുകൾക്കും ഷോർട്സുകൾക്കും ഒക്കെ പിന്നാലെ, സ്റ്റാറ്റസുകൾക്ക് പിന്നാലെ നമ്മുടെ സമയം രാത്രി വൈകിയും നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കാറുണ്ട്. ലാ ഖൈറ, അതിലൊന്നും യാതൊരു നന്മയുമില്ല. കസീരിൻ മിൻ നജ്വാക്കും, രാത്രികളിലുള്ള നിങ്ങളുടെ കൂടിയിരുത്തങ്ങൾ കൊണ്ട് നിങ്ങളുടെ രഹസ്യമായിട്ടുള്ള ഗൂഢാലോചനകളിലോ കൂടിയാലോചനകളിലോ നിങ്ങൾക്ക് യാതൊരു നന്മയുമില്ല. ഇല്ലാ മൻ അമറ ബിസ്വദഖത്തിൻ, ഒരു നല്ല കാര്യം കൽപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ, ഔ മഅറൂഫിൻ, ഒരു നന്മയ്ക്ക് വേണ്ടിയല്ലാതെ, ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നന്മ കൽപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ നിങ്ങൾ ആ രൂപത്തിൽ അനാവശ്യമായി കൊണ്ട് കൂടരുതേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിൽപ്പ് നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ, യാതൊരു അവകാശവുമില്ലാതെ, ഒരു ന്യായവുമില്ലാതെ ഈ മണ്ണിൽ നിന്ന്, സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള സമൂഹമുണ്ടായിട്ടുണ്ട്. യാതൊരു ന്യായവുമില്ല. പല കാരണങ്ങളും പറഞ്ഞ്, വോട്ടർ ഐഡിയുടെ പ്രശ്നം പറഞ്ഞ്, ആധാറിന്റെ കാര്യങ്ങൾ പറഞ്ഞ്, അതേപോലെ തന്നെ ഇങ്ങനെ പല കാരണങ്ങളും, അന്യായമായ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന പല സമൂഹത്തെയും ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, യാതൊരു അവകാശവുമില്ലാതെ. ഇല്ല അയ്യഖൂലു, എന്താണ് ആ സമൂഹത്തെ, ആ നാട്ടിൽ നിന്ന് ആ ജനത പുറത്താക്കുവാനുണ്ടായിരുന്ന കാരണം? അവര് പറഞ്ഞു, റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. മുസ്ലിമാണ് എന്നുള്ള ഒരൊറ്റ കുറ്റം മാത്രമേ ഉള്ളൂ. മുസ്ലിമാണ് എന്നുള്ള ഒരൊറ്റ തെറ്റ് മാത്രം ചെയ്തതിന്റെ പേരിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന പല ജനതയും അവരുടെ നാടുകളിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ടുണ്ട്. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദുഹും ബിബഅലിൻ ലഹുദ്ദിമത് സവാമിഉ വബിഉ വസലവാതുൻ വമസാജിദുൻ യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ ചില ആളുകൾ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ല എങ്കിൽ, വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദുഹും ബിബഅലിൻ ലഹുദ്ദിമത് സവാമിഉ, ഇവിടെയുള്ള സവാമിഅകൾ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും അവരുടെ മഠങ്ങളും അതേപോലെ തന്നെ പുരോഹിതന്മാരുടെ ആശ്രമങ്ങളും ഹൈന്ദവരുടെ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ, ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ, ജൂതന്മാരുടെ ആരാധനാലയങ്ങൾ, അതാണ് സവാമിഅ, ബിഅ, സ്വലവാത്ത് വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ. അല്ലാഹുവിനെ ആരാധിക്കുന്നതിന്, അവനെ സ്മരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പള്ളികളും ഈ ജനങ്ങൾക്കിടയിൽ അവരുടെ ആരാധനാലയങ്ങൾ പരസ്പരം തകർത്ത് കളയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ കൊണ്ടും ചില ആളുകളെ കൊണ്ട് തടയുന്നത് കൊണ്ടുമാണ് ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നത്. അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കും. അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇവിടെ ബാങ്ക് കൊടുക്കണ്ടെന്ന് പറയും, എടി പുറത്ത് നിസ്കരിക്കരുതെന്ന് പറയും, ഇബാദത്തുകൾ പറ്റൂല എന്ന് പറയും, പല രൂപത്തിലുള്ള കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കപ്പെടും. അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചിട്ടില്ല എങ്കിൽ, എന്താണ് അള്ളാഹുവിനോടുള്ള സഹായം എന്ന് പറഞ്ഞാൽ? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൻ അൻസാരി ഇലല്ലാഹ്, ആരുണ്ട് എന്നിലേക്ക് എന്നെ സഹായിക്കുവാൻ, അള്ളാഹുവിലേക്ക് എന്നെ സഹായിക്കുവാൻ ആരുണ്ട്? ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. അപ്പോൾ ഹവാരിയങ്ങൾ പറയുകയാണ്, അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങളുണ്ട് നിങ്ങളെ സഹായിക്കുവാൻ. അങ്ങനെ 12ഓളം വരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആ പ്രബോധനത്തിന്റെ ദൗത്യവുമായിട്ട്, അദ്ദേഹത്തിന്റെ ഇഞ്ചീലിന്റെ സന്ദേശവുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രബോധനം നടത്തിയിട്ടുള്ള ഹവാരിയങ്ങൾ, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളുണ്ട് അള്ളാഹുവിനെ സഹായിക്കാൻ എന്നുള്ള പ്രഖ്യാപനം അവര് നടത്തി. ആ റബ്ബിന്റെ മാർഗത്തിലേക്കുള്ള ദഅവത്താണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ വാഗ്ദാനം, റബ്ബിന്റെ സഹായം ആർക്കുണ്ടാകും?
ആർക്കാണ് ഉണ്ടാകുന്നത്? ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ മസ്ജിദുകൾ പൊളിക്കപ്പെടാതിരിക്കാൻ, തകർക്കപ്പെടാതിരിക്കാൻ, സമൂഹത്തിൽ കലാപങ്ങളും പ്രശ്നങ്ങളും ഉടലെടുക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളിൽ നിന്ന് നിങ്ങൾ എന്നെ സഹായിക്കുകയാണ് എങ്കിൽ എന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ള പ്രതാപവാനാകുന്നു. അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർദ്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആധിപത്യവും നിലനിൽപ്പും നൽകണമെന്നുണ്ട് എങ്കിൽ അഖാമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. വആതുസ് സക്കാ, നിങ്ങൾ സകാത്ത് നൽകണം. വഅമറു ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഈ കാര്യങ്ങൾ നിങ്ങളിൽ ഇല്ല എങ്കിൽ, നമസ്കാരം നാം വിളിക്കുന്നിടത്ത് വെച്ച് നമസ്കരിക്കുന്ന സമ്പ്രദായം, ആ സമ്പ്രദായം നമുക്കില്ല എങ്കിൽ, ബാങ്ക് ഒരു ഭാഗത്തുനിന്ന് കൊടുക്കുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് വലുത്, എനിക്ക് അള്ളയല്ല വലുത്, എനിക്ക് എന്റെ കച്ചവടമാണ് വലുത്, എനിക്ക് അള്ളയല്ല വലുത്, എനിക്ക് എന്റെ ജോലിയാണ് വലുത്, എനിക്ക് അള്ളയല്ല വലുത്, എനിക്കിപ്പോ ഉറക്കമാണ് വലുത്, എനിക്ക് അള്ളയല്ല വലുത്, എനിക്ക് എന്റെ കുട്ടികളാണ് വലുത്, എന്റെ ജിമ്മാണ്, എന്റെ കളിയാണ്. അല്ലേ? നമുക്ക് അള്ളാഹുവിനെക്കാളും വലുത് മറ്റൊക്കെയായി പോയി. അള്ളാഹു പറയാണ്, നിങ്ങളെ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാവുകയില്ല, നിങ്ങൾ നമസ്കാരം നിലനിർത്താത്ത, സകാത്ത് കൊടുക്കാത്ത, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്ത കാലത്തോളം ഈ മുസ്ലിം ഉമ്മത്തെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല എന്നും, ഈ മുസ്ലിം ഉമ്മത്തിന് നേരെ ഈ സമൂഹത്തിലുള്ള ആളുകൾ, ശത്രുക്കൾ, വിശന്ന് വലയുന്ന മനുഷ്യൻ, വിശന്നു വലയുന്ന സിംഹം ഒരു ഇരയെ കാണുന്ന സന്ദർഭത്തിൽ ആ ഭക്ഷണ തളികയിലേക്ക്, ആ ഇരയിലേക്ക് എത്രമാത്രം ശക്തമായി ഊക്കോടെ ചാടി വീഴുമോ, അങ്ങനെ ഈ മുസ്ലിം ഉമ്മത്തിനെതിരായി ചുറ്റുപാടുമുള്ള ആളുകൾ അവർ ചാടി വീഴുന്ന, ആക്രമിച്ച് അവർ പിച്ച് ചിന്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ചോദിക്കുന്നു, ഫയൗമഇദിൻ അന്നഹും ഖലീലൂൻ മിൻ ഖില്ലത്തി യൗമഇദിൻ. അല്ലാഹുവിന്റെ പ്രവാചകരെ, അവർ ന്യൂനപക്ഷമായതുകൊണ്ടാണോ? അവർ എണ്ണത്തിൽ കുറവാണോ? അല്ല, വഇന്നഹും കസീറൂൻ, അവർ ധാരാളമുണ്ട്. പക്ഷേ അവർ മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെയാണ്, വേസ്റ്റാണ്. അവർ വെറും വേസ്റ്റുകളാണ്. ഇസ്ലാമിന്റെ യാതൊരു വഖാറും ഇസ്സത്തും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഒരു ശആയിറുകളും അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കുകയില്ല. മറ്റുള്ളവരെ പോലെ അവരുമായി ലയിച്ചു ചേർന്ന് മുസ്ലിം എന്നുള്ളത് കേവലം അവരുടെ നാവുകളിൽ മാത്രം, അല്ലെങ്കിൽ നാമങ്ങളിൽ മാത്രം അവശേഷിക്കുന്ന ഒരു കാലം വരുമ്പോൾ ആ ഉമ്മത്തിനെ പിച്ച് ചീന്തുന്ന രൂപത്തിൽ ശത്രുക്കൾ അവരുടെ മേലേക്ക് ചാടി വീഴുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കന്ന് രണ്ട് കാര്യങ്ങളോടാണ് പ്രിയം: ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. അവർക്ക് ദുനിയാവിനോടുള്ള ഭ്രമം, അതിനോടുള്ള താല്പര്യം, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള ആലോചനകൾ, അതിവിടെ ജീവിക്കണം എന്നുള്ള യഹൂദികളുടെ ചിന്തകൾ പോലെ ദുനിയാവിന്റെ നേട്ടങ്ങൾ മാത്രം. എന്തിനാണ് വാഖിയ ഓതുന്നത്? കടം വിട്ടാൻ. എന്തിനാണ് വള്ളുഹ ഓതുന്നത്? പ്രശ്നങ്ങളും തീരാൻ. എന്തിനാണ് അലം നശ്റ ഓതുന്നത്? എല്ലാം ദുനിയാവിന്റെ കാര്യങ്ങൾക്ക്. ദീനെടുക്കുന്നത് എന്തിന്? ദീനിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കുന്നത് എന്തിന്? അതൊക്കെ ദുനിയാവിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ. ഈ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ദുനിയാവിലേക്ക് മാത്രം, ജീവിതത്തെ ദുനിയാവിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളവർ മരണത്തോട് അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെ, ഈ സമൂഹത്തിന് ഈ സ്വഭാവങ്ങൾ, ഈ പറയപ്പെട്ടിട്ടുള്ള നമസ്കാരം, സകാത്തും, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒരു സമൂഹത്തിൽ ഇല്ല എങ്കിൽ ആ സമൂഹത്തിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല എന്നാണ് ഈ വിശുദ്ധ ഖുർആൻ സൂറത്തു ഹജ്ജിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. രൂപത്തിൽ ഈ ദീനിനെ, അതിനെ പ്രബോധനം ചെയ്യാൻ, അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നമ്മെ കൊണ്ടാകുന്നത് നാം നിർവഹിക്കുക എന്നുള്ളതും, അതിന്റെ കൂട്ടായ്മകളിലേക്ക് സഹകരിക്കുകയും, ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ അതിൽ താല്പര്യങ്ങൾ നമ്മൾ കാണിക്കുകയും ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളതും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉസീകും ഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിക്കണമേ എന്നും സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറത്തു പോകേണ്ടെന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ മദീനയുടെ ഗവർണർ സ്ഥാനം, അതിന്റെ ഉത്തരവാദിത്തം അന്ധനായ ആ സ്വഹാബിയെ ഏൽപ്പിക്കാറായിരുന്നു പതിവ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖാദിസിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന, അതിനാഹ്വാനമുണ്ടായിരുന്ന സാഹചര്യത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ യോഗ്യത പറയുകയാണ്. ആ ഖാദിസിയയുടെ ലിവാ, ആ പതാക എന്റെ കയ്യിൽ തരണം. എന്നെ ഒരു സൈന്യത്തിന്റെ മുന്നിൽ പതാകയുമായി നിർത്തിയിട്ടുണ്ട് എങ്കിൽ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് ഘടകങ്ങൾ എന്റെ നേരെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്മാറുകയില്ല. അമ്പുകളും കുന്തങ്ങളും ഒന്നും ഞാൻ കാണാത്തത് കൊണ്ട് രണാങ്കണത്തിൽ ഞാൻ ചേതനയേറ്റ് വീഴുന്നത് വരെ ഞാൻ അവിടെ ഉറച്ചു നിൽക്കും, ഞാൻ പിന്തിരിഞ്ഞോടുകയില്ല. അതുകൊണ്ട് ആ കൊടി എന്റെ കയ്യിൽ തരണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നമുക്ക് പല ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ലഭിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ തിരക്കുകളും നമ്മുടെ അയോഗ്യതയും നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളും പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാറാണ് പതിവ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനും അങ്ങനെ എനിക്ക് കാണുകയില്ല, കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് യുദ്ധത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാം. അദ്ദേഹത്തിന്റെ അയോഗ്യത ഒരു വലിയ യോഗ്യതയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഖാദിസിയയിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായിക്കൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. നമ്മുടെ ആ കുറവുകളെ നമുക്ക് അതിനെ പോസിറ്റീവായി എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ദീനിന്റെ പ്രബോധന രംഗത്ത് നിലനിൽക്കുവാൻ നമുക്ക് കഴിവുള്ളവരായിരിക്കണം. അതിനെ നമ്മൾ എങ്ങനെ നെഗറ്റീവിനെ പോസിറ്റീവായി നമ്മൾ എടുത്ത് ചിന്തിക്കണം എന്നുള്ളതാണ് ആ സംഭവത്തിലൂടെ നാം ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു, നമ്മൾ പല തിരക്കുകളും പറഞ്ഞ് മാറി നിൽക്കാറുണ്ട്. പല തിരക്കുകളും പറഞ്ഞ് അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തുകൾ വർദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് തിരക്കുകൾ. നിഅമത്തുകൾ പറഞ്ഞിട്ട് നിഅമത്തുകൾ എന്തെങ്കിലും ഒന്ന് റബ്ബ് തിരിച്ചെടുത്താൽ എപ്പോഴും തിരക്ക് പറയുന്ന ഒരു മനുഷ്യൻ വിളിക്കാണ്, ഒന്ന് വരിയോ എന്ന് ചോദിച്ചിട്ട്, എന്താണ് ഇപ്പൊ ഞാൻ നല്ല ഫ്രീ ആണ്, വീടിന്റെ പണിയും കാര്യങ്ങളും പറഞ്ഞിട്ട് തിരക്ക് പറഞ്ഞിട്ട് ദാവാ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രബോധനങ്ങളിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന ആ മനുഷ്യൻ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നു. അങ്ങോട്ട് വിളിച്ചാൽ തന്നെ ഫോൺ എടുക്കൂല. അപ്പോ ആ സ്റ്റെയറിന്റെ പോകുന്ന ജസ്റ്റ് ഒന്ന് താഴെ വീട് കാലിങ്ങനെ പൊട്ടിയിട്ട് വെറുതെ ഇങ്ങനെ കിടക്കുക. അല്ലെ, നമ്മളൊന്ന് വണ്ടി പോകുമ്പോ ഒന്ന് കണ്ണിലൊരു കരട് പോയാൽ മതി നമ്മുടെ കാര്യം, നമ്മുടെ എല്ലാ തിരക്കും അവസാനിക്കാൻ. കാലൊന്ന് അടിമറഞ്ഞാൽ, അല്ലേ, ജസ്റ്റ് ഇങ്ങനെ ഒരു വേദന ഉണ്ട്, അതൊരു സ്റ്റോണാണ്, അല്ലെങ്കിൽ ഒരു വലിയ പെയിൻ എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ട് എങ്കിൽ എല്ലാ തിരക്കും അതവിടെ അങ്ങ് അവസാനിക്കും. അതൊരു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ അവൻ പിൻവലിക്കുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ വലിയ ധാരോ ചെയ്തു വെച്ചതിന്റെ ഫലമാണെന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ശേഷമുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ ന്യൂജന് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അവര് വഴികേടിലായി പോകുന്നതിനെ കുറിച്ച് ഇവിടെ നിന്ന് കമന്റ് അടിച്ചത് കൊണ്ട് കാര്യമില്ല. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നമ്മൾ കൊണ്ട് സാധിക്കും എന്നുള്ളത് ഗൗരവകരമായി നമ്മൾ ആലോചിക്കണം. ആ മക്കളെ കുറിച്ച്, ആ യുവതലമുറയെ കുറിച്ച്, ആ പെൺകുട്ടികളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മോടായിരിക്കും. ഇനി അവരോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എങ്കിലും റബ്ബിന്റെ അടുക്കൽ സമാധാനം പറയാൻ
നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ രംഗത്ത് നിലനിൽക്കുന്ന സമയത്ത് അൽ മുഅ്മിനുൽ ലദീ യുഹാലിത്തുൻ നാസ വയസ്ബിറു അലാ മാ അദാഹും, ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരിൽ നിന്നുള്ള പല കുത്തുവാക്കുകളും പരിഹാസങ്ങളും ചീത്തവിളികളും അവരുടെ പലതും നമ്മൾ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. ആ സന്ദർഭത്തിൽ വയസ്ബിറു അലാ അദാഹും, അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ, മാനസികമായ ടെൻഷനുകളെ, അവരിൽ നിന്നുണ്ടാകുന്ന വേദനകളിൽ ക്ഷമിച്ചു നിൽക്കുകയും അവനാകുന്നു വലിയ പ്രതിഫലമുള്ളത്. ജനങ്ങളുമായി ഇടപഴകാതെ അവനവന്റെ കാര്യം മാത്രം നോക്കി ആ ജീവിക്കുന്നവനും എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് അവനെ ക്ഷമയില്ലാത്തവനായി തീരുന്നതിനേക്കാളും ഏറ്റവും ഹൈറായിട്ടുള്ള മുഅ്മിൻ, ഏറ്റവും നല്ല മുഅ്മിൻ, ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത് ഇടപഴകുന്ന സമയത്തുണ്ടാകുന്ന മാനസിക കൊത്തുകളെ അതിനെ ക്ഷമയോടുകൂടി നേരിടുന്നവനാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള നിഅമത്തുകളെ നമ്മൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ട് കയറുമ്പോ ഒരു കത്തിന്റെ അടുത്ത് തന്നു. എന്താന്ന് ചോദിച്ചാൽ ഒരു മോനാണ്, 21 വയസ്സുള്ള ഇർഷാദാണ്. അവന് ഒരു ചികിത്സക്ക് വേണ്ടിയിട്ട് 60 ലക്ഷം രൂപ വേണമെന്നാണ്. 60 ലക്ഷം രൂപ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നാട് മുഴുവൻ ആവശ്യപ്പെട്ടാലും അല്ലെ നമ്മൾ കൊടുത്താൽ എവിടെ എത്തും? 2000, 3000, 5000 കിട്ടിയിരിക്കും. ഇങ്ങനെ എവിടെയൊക്കെ തെണ്ടേണ്ടി വരും. അള്ള നൽകിയിട്ടുള്ള എന്തു വലിയ നിഅമത്തിലാണ് നമ്മളൊക്കെ കഴിഞ്ഞുകൂടുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അല്ലെ, എത്ര അധ്വാനിച്ചിട്ടുണ്ടെങ്കിലും ആ അധ്വാനങ്ങളൊക്കെ ചെറിയ